വീണ്ടും ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ വൻകിട വ്യവസായികളുടെ 8,26,000 കോടി രൂപയുടെ കിട്ടാക്കടം എഴുതിത്തള്ളിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കിട്ടാക്കടം വരുത്തിയ കോർപ്പറേറ്റുകളുടെ പേര് വെളിപ്പെടുത്താതെ കേന്ദ്ര ധനമന്ത്രി. തെലങ്കാനയിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി. ശമ്പളം വൈകുമെന്ന് ജീവനക്കാരോട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സർക്കാരിന്റെ എല്ലാ കണക്കുകളും വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവന ഞെട്ടിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ബന്ധത്തിന്റെ പ്രശ്നമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും കേരളം പിടിച്ചു നിൽക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. തെലങ്കാനയിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറി രമേശ് ചെന്നിത്തല. സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി തനിക്ക് അറിയില്ലെന്നും ചെന്നിത്തല. പാതിവില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ പരാതി. രാധാകൃഷ്ണൻ പണം വാങ്ങി കബളിപ്പിച്ചുവെന്ന് ആലപ്പുഴ എടത്തല സ്വദേശി. 2024 മാർച്ച് 10 പണം നൽകി. പണം തിരികെ ചോദിച്ച് വിളിച്ചിട്ട് രാധാകൃഷ്ണൻ ഫോൺ പോലും എടുക്കുന്നില്ലെന്ന് പരാതിക്കാരി ഗീത കൈരളി ന്യൂസിനോട്. ആശാപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമെന്ന് RJD MP മനോജ് ജ. കേന്ദ്രം നൽകുന്നത് തുച്ഛമായ തുക. ആശാപ്രവർത്തകരെ തൊഴിലാളികളായി കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും രാജ്യസഭയിൽ മനോജ് ജ. കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ വന്ന് യോജിച്ച സമരം നടത്താൻ കേരളത്തിലെ കോൺഗ്രസുകാർ തയ്യാറുണ്ടോയെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കേരളത്തിൽ കോൺഗ്രസ് BJPക്കൊപ്പം കൈകോർക്കുന്നു. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമമെന്നും ജോൺ ബ്രിട്ടാസ് MP. മഹാകുംഭമേളയ്ക്കിടെ മരിച്ചവരെ പരാമർശിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരെ ലോക്സഭയിൽ പ്രതിഷേധം. കുംഭമേള മഹാവിജയമായിരുന്നുവെന്നും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്നുമാണ് മോദിയുടെ പ്രസ്താവന. ചട്ടവിരുദ്ധമായാണ് മോദി സംസാരിച്ചതെന്ന് പ്രതിപക്ഷം. മഹാകുംഭമേളയിലെ അപകടത്തിൽ 30 പേർ മരിച്ച സംഭവം CBI അന്വേഷണം വേണമെന്ന പൊതു താൽപര്യ ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി. നടപടി ഹർജിയിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചു. കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയിൽ ഒറ്റ ബണ്ടിലിൽ ലാഭം 6,000 രൂപയെന്ന് KSU നേതാവ് ഷാലിക്കിന്റെ മൊഴി. 18,000 രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് വിൽക്കുന്നത് 24,000 രൂപയ്ക്കെന്ന് ഷാലിക്ക്. ഷാലിക്കാരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പോലീസ്. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി തട്ടിയതായി പരാതി. തട്ടിപ്പ് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പേരിൽ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച്. കണ്ണൂർ പാപ്പിനശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് 12 വയസ്സുകാരി. കൊലപാതക കാരണം സ്നേഹം നഷ്ടമാകുമെന്ന ഭയത്താലെന്ന് പോലീസ്. പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ്. കൊല്ലത്തെ ഫെബിൻ കൊലപാതകത്തിൽ FIR വിവരങ്ങൾ കൈരളി ന്യൂസിന്. തേജസ് വീട്ടിലെത്തിയത് സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ യുവതിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചത് വിരോധത്തിന് കാരണമായെന്നും FIR റിപ്പോർട്ട്. കാത്തിരിപ്പിന് വിരാമം. സുനിത വില്യംസും ബുഷ് വിൽമോറും അടങ്ങുന്ന സംഘം ഭൂമിയിലേക്ക് പുറപ്പെട്ടു. നാളെ പുലർച്ചെ 3:27 ഭൂമിയിലിറങ്ങുമെന്ന് നാസ. തിരുവനന്തപുരത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തമ്പാനൂരിലും മോഡൽ സ്കൂൾ ജംഗ്ഷനിലും വെള്ളക്കെട്ട്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ഈങ്ങാപ്പുഴ കക്കാട് സ്വദേശി ഷിബിലയാണ് മരിച്ചത്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും പരിക്കേറ്റു. പ്രതി യാസർ പോലീസ് കസ്റ്റഡി.
കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാരായമുട്ടം സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. 13 ലക്ഷം നിക്ഷേപിച്ചയാൾ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. 1 വർഷമായി ചിട്ടിത്തുക നൽകുന്നില്ലെന്നും പരാതി. റിയാദ് ക്രിമിനൽ കേസിൽ അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. റിയാദ് കോടതി ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. ഇത് 10ാം തവണയാണ് റഹീമിന്റെ മോചന ഹർജി മാറ്റിവെക്കുന്നത്. ഏപ്രിൽ 14-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. രാജ്യത്തെ ക്ഷീരമേഖല ന്യൂസിലാൻഡിന് തുറന്നുകൊടുക്കുന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനം ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ചെറുകിട ക്ഷീര കർഷകരുടെ ജീവിതതാളം തെറ്റിക്കുന്നതാണ് മോദിയുടെ പുതിയ കരാർ. ന്യൂസിലൻഡുമായുള്ള ക്ഷീരോൽപ്പന്ന കരാർ ക്ഷീരകർഷകരെ തകർക്കുന്ന നയമാണെന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ. കേന്ദ്രത്തിൻ്റേത് കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സമീപനം. അധ്വാനിക്കുന്നവർക്കെതിരായാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമെന്നും മേഴ്സിക്കുട്ടിയമ്മ. കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കാൻ ഒരുങ്ങി സംയുക്ത തൊഴിലാളി സംഘടനകൾ. പണിമുടക്ക് കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ. മെയ് 20-നാണ് രാജ്യവ്യാപക പണിമുടക്ക്. സ്റ്റാർലിങ്കുമായുള്ള കരാർ ഉടൻ പിൻവലിക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ്. കരാർ നിയമവിരുദ്ധവും ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതുമാണെന്ന് CPI. കേന്ദ്രം ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കും ഭീഷണിക്കും വഴങ്ങുകയാണെന്നും CPI കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ് പരിശോധനകൾ പൂർത്തിയായി. പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല. ബോംബ് പരിശോധനയ്ക്കിടെ തേനീച്ച കൂടിളകി. നിരവധി പേർക്ക് തേനീച്ച കുത്തേറ്റു. പരിക്കേറ്റവർ ചികിത്സയിൽ. മദ്യലഹരിയിൽ മഹാരാജാസിൽ KSU നേതാക്കൾ ഏറ്റുമുട്ടിയ സംഭവം. നടപടിയെടുക്കാതെ സംസ്ഥാന നേതൃത്വവും KPCC-യും. നടപടി വൈകാൻ കാരണം KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാലിന് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം. പരാതി നൽകാനൊരുങ്ങി KSU മുൻ യൂണിറ്റ് പ്രസിഡന്റ്. വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് AWHO സമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്ന് എറണാകുളം ജില്ലാ കളക്ടർ. മാറി താമസിക്കുന്നവർക്ക് നൽകേണ്ട വാടകയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. തീരുമാനമായാൽ ഉടൻ തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും കളക്ടർ. താമരശ്ശേരിയിൽ ലഹരി മാഫിയ മധ്യവയസ്കനെ ആക്രമിച്ചതായി പരാതി. കട്ടിപ്പാറ സ്വദേശി ചന്ദ്രനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. മർദ്ദനമേറ്റ ചന്ദ്രൻ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. കോടതി വിധി കാരണം ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഭൂപതിവ് നിയമ ഭേദഗതിയിലൂടെ മലയോര മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മന്ത്രി. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി തന്നെയാണ് കാണേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന്റെ നിലപാടിനൊപ്പമാണ് പ്രതിപക്ഷമെന്നും VD സതീശൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. SIT ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നതായി കരുതുന്നില്ലെന്നും കോടതി. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം മദർ മേരിയുടെ ചിത്രീകരണം പൂർത്തിയായി. വിജയ് ബാബു, ലാലി PM, നിർമ്മൽ പാലാഴി, സോഹൻ സിനുലാൽ, ഡയാന ഹമീദ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. AR വാടിക്കലാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ആശ്വാസ നടപടികളുമായി സംസ്ഥാന സർക്കാർ. മേപ്പാടി പഞ്ചായത്തിലെ 250 കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ തുക അനുവദിച്ച സർക്കാർ. 1,07,02,500 രൂപയാണ് ദുരന്ത നിവാരണ വിഭാഗം അനുവദിച്ചത്.
മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയെ വിമർശിച്ച പ്രതിപക്ഷത്തിന് മറുപടിയുമായി എ കെ ബാലൻ. അസൂയ മൂത്തുകഴിഞ്ഞാൽ ഭ്രാന്താവസ്ഥയിലേക്കെത്തും എന്നതിന്റെ തെളിവാണിതെന്നും എ കെ ബാലൻ. കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ബഞ്ചാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം 7 ഇടങ്ങളിൽ എത്തിച്ചാണ് 3ാം ഘട്ടത്തിൽ തെളിവെടുത്തത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഗ്രാമ്പി എസ്റ്റേറ്റിൽ കടുവ വെടിയേറ്റ് ചത്ത സംഭവം പോസ്റ്റ്മോർട്ടം നടപടികൾ ദേശീയ കടുവ അതോറിറ്റിയുടെ മാനദണ്ഡപ്രകാരം പൂർത്തിയായെന്ന് കോട്ടയം DFO. പോസ്റ്റ്മോർട്ടം നടപടികൾ ദേശീയ കടുവ അതോറിറ്റിയുടെ മാനദണ്ഡപ്രകാരം പൂർത്തിയായി. വയനാട് കുറ്റ്യാടി ചുരത്തിൽ കാട്ടാന. വയനാട് സ്വദേശികളായ കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. വാളാട് പുത്തൂർ വള്ളിയിൽ വീട്ടിൽ റിയാസാണ് കാർ ഓടിച്ചിരുന്നത്. CITU കോട്ടയം ജില്ലാ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെ തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ചേർന്ന CITU ജില്ലാ കമ്മിറ്റി യോഗമാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. നിലവിലെ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറിയായി ആയതിനെ തുടർന്നാണ് അനിൽകുമാറിന്റെ പുതിയ ചുമതല. ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് മുൻഗണന നൽകി കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. ക്യാൻസർ പ്രതിരോധം, വന്യജീവി ആക്രമണം തടയൽ എന്നിവയ്ക്കും ബജറ്റിൽ വലിയ പരിഗണന. 140,77,97,91,407 രൂപ വരവും 142,87,25,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്വദേശി ഷാൻ അരുവിപ്ലാക്കലാണ് അറസ്റ്റിലായത്. 15 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കോഴിക്കോട് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. കുപ്രസിദ്ധ ഗുണ്ട സിറാജുദ്ദീനെ കസബ പോലീസാണ് പിടികൂടിയത്. ACP അഷ്റഫ് TKയുടെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡ് വേഷപ്രച്ഛന്നരായി നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത്. കഞ്ചാവ് വലിക്കുന്നതിനിടെ യൂത്ത് ലീഗ് നേതാവ് പിടിയിൽ. യൂത്ത് ലീഗ് നെച്ചാട് മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് അനസ് വാളൂരാണ് പിടിയിലായത്. പേരാമ്പ്ര പോലീസാണ് ഇയാളെ പിടികൂടി. ഹോം സ്റ്റേയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ സംഭവം MDMAയുമായി ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് പയ്യനാക്കൽ സ്വദേശി ഇസ്മായിൽ CP ആണ് അറസ്റ്റിലായത്. ചേവായൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടി. കല്ലറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലഹരിയിൽ അഴിഞ്ഞാടി യുവാക്കൾ. ചികിത്സയ്ക്കായി എത്തിയ കാട്ടുപുറം സ്വദേശി അഖിൽ, മുണ്ടോടിക്കര സ്വദേശി ശ്യാം നായർ എന്നിവരാണ് ജീവനക്കാരെ ആക്രമിച്ചത്. പ്രതികളെ പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തു. സുധീര മെമ്മോറിയൽ ഒയ്സ്ക അവാർഡ് ഡോക്ടർ K സുരേഷ് കുമാറിന്. അവാർഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് സുസ്ഥിരമായ പ്രവർത്തനം പരിഗണിച്ച്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ വിഭാഗത്തിന്റെ സ്ഥാപക ഡയറക്ടറാണ് ഡോക്ടർ സുരേഷ് കുമാർ. തെലങ്കാന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. റിസർവ് ബാങ്കിൽ നിന്ന് 4000 കോടി രൂപ വായ്പയെടുത്താണ് സർക്കാർ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകിയതെന്നും രേവന്ത് റെഡ്ഡി. സുപ്രീം കോടതി ജഡ്ജിയായി ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ അപമാനിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം. വനിതാ മാധ്യമപ്രവർത്തകരായ രേവതി, തൻവി യാദവ് എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു.
ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടി സുപ്രീം കോടതിയുടെയും ഭരണഘടനാ വ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ. തീരുമാനം ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ. മണിപ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ചുരാൻചന്ദ്പൂർ ജില്ലയിലാണ് കർഫ്യൂ പ്രഖ്യാപനം. മാർ ഗോത്ര നേതാവ് ആക്രമിക്കപ്പെട്ടതിൽ സംഘർഷം രൂക്ഷമായതോടെ മണിപ്പൂരിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം സന്ദർശിക്കും. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആക്രമണം നടന്നത് മഹൽ മേഖലയിൽ. സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ നിരോധനാജ്ഞ. ഗസയിൽ മനുഷ്യക്കുരുതി തുടർന്ന് ഇസ്രായേൽ. ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 300 കടന്നു. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണമാണ്. ഗാസ ആക്രമണ വിവരം ഇസ്രായേൽ അറിയിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ അമേരിക്ക. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. യമനിലെ ഹൂതി വിമത ഗ്രൂപ്പുകൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹൂതികളുടെ ആക്രമണത്തിൽ 53 പേരോളം കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമ വെബ്സൈറ്റ് വഴി മുന്നറിയിപ്പ് നൽകിയത്. പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ന്യൂസിലൻഡും കരാറിൽ ഒപ്പുവെച്ചു. വ്യാപാരം, പ്രതിരോധം, വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി CCI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഇഫ്താർ സംഘടിപ്പിച്ചു. ഇഫ്താറിൽ പങ്കെടുത്തത് വ്യാപാരികളും തൊഴിലാളികളുമടക്കം 1000-ലധികം പേർ. അബുദാബി കേരള സോഷ്യൽ സെന്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സെന്റർ അങ്കണത്തിൽ നടന്ന നോമ്പുതുറയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സെന്റർ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗം അബ്ദുൾ ലത്തീഫ് പള്ളിക്കലിന്റെ വേർപാടിൽ അനുശോചനവും രേഖപ്പെടുത്തി. റമദാനിൽ UAE-യിലെ ഇഫ്താർ ടെന്റുകളും സമൂഹ നോമ്പുതുറകളും ശ്രദ്ധേയം. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നോമ്പു തുറക്കാനായി സൗകര്യമൊരുക്കുന്നത് നൂറുകണക്കിന് ആളുകൾ. കുവൈറ്റിലെ ഫൈലാക്ക ദ്വീപിൽ 1400 വർഷത്തിലേറെ പഴക്കമുള്ള കിണർ കണ്ടെത്തി. കുവൈറ്റ് പുരാവസ്തു വകുപ്പ്. കിണറിൽ ഇപ്പോഴും നീരൊഴുക്ക് നിലനിൽക്കുന്നുണ്ടെന്ന് ഗവേഷകർ. 1300 വർഷം മുതൽ 1400 വർഷം വരെ പഴക്കമുള്ള കുഴൽപാത്രങ്ങളുടെ ഭാഗങ്ങളും പ്രദേശത്ത് കണ്ടെത്തി. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മാനസ് രാജ് പട്ടേൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ റമദാൻ സന്ദേശം നൽകി. സലാല ദോഫാർ മുനിസിപ്പാലിറ്റി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഇഫ്താർ മീറ്റ് ഒരുക്കി. ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് സാദാ ലേബർ ക്യാമ്പിൽ. നോമ്പുതുറയിൽ ബൽദിയ ലേബർ ക്യാമ്പിലെ ജീവനക്കാരും സ്വദേശി ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. റിയാദ് OICC സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് റിയാദ് സുലൈ എക്സിറ്റ് 18-ലെ സദാ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച്. ഇഫ്താർ സംഗമത്തിൽ റിയാദിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. നീണ്ട 26 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന കൈരളി സലാല കേന്ദ്ര കമ്മിറ്റി അംഗവും സിറ്റി യൂണിറ്റ് സെക്രട്ടറിയുമായ മനോജ് കാരായിക്ക് കൈരളി സലാല യാത്രയയപ്പ് നൽകി. കൈരളി ഹാളിൽ വെച്ച് നടന്ന യാത്രയയപ്പ് യോഗം അംബുജാക്ഷൻ മയിൽ ഉദ്ഘാടനം ചെയ്തു. സൈജു കുറുപ്പ്, തൻവീറാം, അർജുൻ അശോകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന അഭിലാഷം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ഷംസു സൈബയാണ് സംവിധാനം നിർവഹിക്കുന്നത്.
ജോഷി വെള്ളിത്തല രചനയും സംവിധാനവും നിർവഹിച്ച തിരുത്ത് ചിത്രം മാർച്ച് 21-ന് തിയേറ്ററുകളിൽ റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തി. AMK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖ അനിലാണ് തിരുത്തിന്റെ നിർമ്മാണം. ന്യൂസ് പൂർണ്ണമാകുന്നു.